السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصدق والوفاء أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ മൂന്നാം ദിവസത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അനാഥമായ ശൈശവം എന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുപ്പകാലത്ത് ഉള്ള ത്യാഗപൂരിതമായ അനുഭവങ്ങൾ ഇസ്ലാമിക ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ഭൂജാതനായത് തന്നെ അനാഥനായിക്കൊണ്ടായിരുന്നു. ഗർഭസ്ഥ ശിശുവായിരിക്കെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ട അബ്ദുള്ള തിരിച്ച് മക്കയിലേക്ക് വരുന്ന വഴി മദീനയിൽ വെച്ചുകൊണ്ട് അസുഖബാധിതനാവുകയും അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവരുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് ജനിച്ചത് മദീനയിലാണ്. മദീനയിലാണ് അബ്ദുൽ മുത്തലിബിന്റെ മാതാവിന്റെ വീട്. അബ്ദുൽ മുത്തലിബിന്റെ പിതാവായിരുന്ന ഹാഷിം ഗാസയിലേക്ക് ബിസിനസ് ആവശ്യാർത്ഥം പുറപ്പെടുകയും അങ്ങനെ തിരിച്ചു വരുമ്പോ മദീന വഴി വരികയും യാദൃശ്ചികമായി സൽമ എന്ന സ്ത്രീയെ കണ്ടുമുട്ടുകയും അങ്ങനെ സൽമയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ വെച്ചുകൊണ്ട് ഹാഷിം മരണപ്പെടുകയാണ് ചെയ്തത്. അനാഥനായ അബ്ദുൽ മുത്തലിബിനെ പിന്നീട് മുത്തലിബ്, ഹാഷിമിന്റെ സഹോദരനായ മുത്തലിബാണ് മക്കയിലേക്ക് കൊണ്ടുവന്നത്. ഏതായിരുന്നാലും പിതാമഹന്റെ മാതാവിന്റെ നാട് എന്ന നിലയിൽ മദീനയുമായി വലിയ ബന്ധമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായ അബ്ദുള്ള എന്നുള്ളത്. അങ്ങനെ അബ്ദുള്ള മരണപ്പെട്ടതിന് ശേഷം ബീബി ആമിന റളിയല്ലാഹു അൻഹ വർഷത്തിലൊരു പ്രാവശ്യം മദീന സന്ദർശിക്കാറുണ്ടായിരുന്നു. തന്റെ ഭർത്താവിന്റെ ഖബർ സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്ന് യാഖൂത്തുൽ ഹമവി അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ ബുൽദാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും തീർത്തും അനാഥനായി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായി. ചരിത്രത്തിൽ ഇത്രയേറെ അനാഥത്വം അനുഭവിച്ച വ്യക്തികൾ വളരെ വിരളമായിരിക്കും. കാരണം ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെട്ടു, 6-ാം വയസ്സിൽ മാതാവ് നഷ്ടപ്പെട്ടു, 8-ാം വയസ്സിൽ പിതാമഹനും നഷ്ടപ്പെട്ടു, സംരക്ഷിക്കേണ്ടവരൊക്കെ മരണപ്പെട്ടു. തീർത്തും അനാഥത്വം പേറിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ പ്രയാണം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു അനാഥത്വം ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു നൽകിയത് എന്നതിനെ കുറിച്ച് പണ്ഡിത പ്രതിഭകൾ പലവിധ നിഗമനങ്ങളിലും എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ജഅലല്ലാഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമൻ ലിഅല്ലാ യബ്ഖ അലൈഹി ഹഖ്ഖുൻ ലിഅഹദിൻ മിനൽ ഖൽഖി. മാതാപിതാക്കളോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്, എത്ര നിർവഹിച്ചാലും അത് പൂർണ്ണമാവുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കെ റസൂലുള്ളാഹിക്ക് അല്ലാഹു അല്ലാത്ത മറ്റാരോടും കടപ്പാടുണ്ടാവരുത്. കാരണം നമ്മുടെ മാതാപിതാക്കൾ എത്ര കാലം ജീവിക്കുന്നുവോ, എത്ര കാലം അവർ നമുക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നുവോ, നമുക്ക് നമ്മുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കുന്നുവോ, അതിനനുസരിച്ച് അവരുടെ കടപ്പാട് നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. എന്നാൽ പിതാവിന്റെ ലാളന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പിതാവിന്റെ സംരക്ഷണമോ ഒരു പിതാവ് എന്ന നിലയിലുള്ള ആനുകൂല്യങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ബീബി ആമിന റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ പരിപാലിച്ചിട്ടുണ്ടെങ്കിലും ആകെ 2 വർഷമാണ് ആമിന ബീവിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 4 വർഷവും ഹലീമ ബീവിയോട് കൂടെയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു അല്ലാത്ത മറ്റാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കടപ്പാടുണ്ടാവുന്നത്
അത് അള്ളാഹു ഉദ്ദേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അത്യുന്നതമായ പദവിക്ക് വിഘാതമാവുമോ എന്നാണ് പണ്ഡിതന്മാർ സംശയം പ്രകടിപ്പിക്കുന്നത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർജിച്ച സർഗാത്മകമായ കഴിവുകളും സൽഗുണങ്ങളുമൊക്കെ അത് മാതാപിതാക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പാരമ്പര്യമായി പകർന്നതല്ല, മറിച്ച് തീർത്തും അള്ളാഹു മാത്രം നൽകിയതാണ്, അള്ളാഹു നേരിട്ട് നൽകിയതാണ് എന്നുള്ള സൂചന കൂടി ഈ അനാഥത്വത്തിലുണ്ട് എന്ന് മഹാന്മാർ പറയുന്നു. അതുപോലെ താഴെ തട്ടിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, എല്ലാ നിലക്കും നിസ്സഹായനാക്കി. എന്നാൽ ഓരോ നിമിഷവും പ്രവാചകർ ജനിച്ചത് മുതൽ ഓരോ മിനിറ്റിലും അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ സംരക്ഷണത്തിൽ നിന്നൊക്കെ ഒഴിവായി അള്ളാഹു നേരിട്ട് സംരക്ഷിക്കുന്ന ഒരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനാഥനായി ജനിച്ചത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അനാഥകളുടെയും പാവപ്പെട്ടവരുടെയും കഷ്ടപ്പാടുകൾ നേരിട്ട് അനുഭവിച്ചറിയുക. ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ മനുഷ്യന് അവൻ മുതിർന്നു വരുന്ന സമയത്ത് വലുപ്പത്തിൽ സ്വാധീനിക്കുമെന്ന് ചരിത്രം സാക്ഷിയാണ്. ഹിറ്റ്ലറിന്റെ ചരിത്രത്തിൽ ഹിറ്റ്ലർ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് പട്ടിണിയിൽ കഴിയുന്ന സമയത്ത് ഒരു ജൂത സ്ത്രീയോട് അല്പം ഭക്ഷണം ചോദിച്ചപ്പോ ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെയാണ് ജൂത സമുദായത്തോട് ഹിറ്റ്ലറിന് വെറുപ്പുണ്ടാകുന്നതും ആ സമൂഹത്തെ മുഴുവനും നശിപ്പിക്കാൻ ഹിറ്റ്ലർ ശ്രമിച്ചത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ അനാഥത്വവും പ്രയാസവും നൽകിയപ്പോ അനാഥത്വം പേറുന്ന പാവപ്പെട്ടവരുടെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിച്ചാൽ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചു. ഇത് ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകനായും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹിയുമായി ലോക ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. അപ്പോൾ പാവപ്പെട്ടവന്റെ പ്രയാസം നേരിട്ട് അനുഭവിച്ചറിയുക, അനാഥത്വത്തിന്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിച്ചറിയുക, ഇങ്ങനെ ഒരു വിഷയം കൂടി അവിടുത്തെ അനാഥത്വത്തിലുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ അനാഥകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയാണ്. എന്നെ സംരക്ഷിക്കാൻ ആരുണ്ടായില്ല, എനിക്ക് മാതാവുണ്ടായിട്ടില്ല, പിതാവുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കോലത്തിൽ ആയിത്തീർന്നത് എന്ന് ആർക്കും പറയാൻ അവകാശമില്ല. കാരണം അവരെക്കാൾ അനാഥത്വം അനുഭവിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ടും ലോകത്തിന്റെ മുന്നിൽ എത്തി എന്നുള്ള ഒരു സംഭവം കൂടി ഇതിലുണ്ട് എന്ന് മഹാന്മാർ പറയുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴിവുകൾ ആരിൽ നിന്നും കടമെടുത്തതല്ല. അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് വളർന്നിട്ടുള്ളത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ പലവിധ ഉപകാരങ്ങളും ഗുണങ്ങളും ഈ അനാഥത്തിൽ ഉള്ളതായി മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നു. ഏതായിരുന്നാലും അങ്ങനെ അനാഥനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനാഥനാണെങ്കിലും അവിടത്തെ പരിപാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആളുകൾക്കും അല്ലാഹു സൗഭാഗ്യം നൽകി. അതിൽ പ്രധാനപ്പെട്ടത് 8 സ്ത്രീകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമ്മിഞ്ഞപ്പാൽ നൽകിയത്, റസൂലുള്ള മല കുടിച്ചത് 8 സ്ത്രീകളിൽ നിന്നാണ്. ഒന്ന് ബഹുമാനപ്പെട്ട ആമിന ബീവി തന്നെ, മറ്റൊന്ന് അബൂലഹബിന്റെ അടിമയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവാർത്ത കേട്ട് പിന്നീട് സ്വതന്ത്രയാക്കപ്പെട്ട സുവൈബത്തുൽ അസ്ലമിയ, അതുപോലെ ഖൗല ബിൻത് മുൻദിർ, അതുപോലെ ഉമ്മു ഐമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിതാവിൽ നിന്ന് അനന്തരമായി കിട്ടിയ അടിമ സ്ത്രീയാണ് ഉമ്മു ഐമൻ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സ്വതന്ത്രയാക്കുകയും സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുക്കുകയും അതിൽ ഉസാമ ബിൻ സെയ്ദ് എന്ന മകൻ പിറക്കുകയും ചെയ്തു. അതൊക്കെ വലിയൊരു ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പകാലത്തുള്ള വിവിധ സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ഒരു മഹദി കൂടിയാണ് ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഉമ്മി ബഅദ ഉമ്മി, എന്റെ മാതാവിന് ശേഷമുള്ള മാതാവ്, എന്റെ ഉമ്മാക്ക് ശേഷമുള്ള ഉമ്മ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഐമനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ സൈദിയ കുടുംബത്തിലെ മറ്റൊരു സ്ത്രീ, അതുപോലെ മറ്റു 3 സ്ത്രീകളും കൊടുത്തിട്ടുണ്ട്. ഈ
ഈ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ മുല കൊടുത്തത് ബഹുമാനപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചവർ. ഇവിടെ സാന്ദർഭികമായി നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് സ്വന്തം മാതാവ് കൂടുതൽ മുല കൊടുക്കാതെ മറ്റു സ്ത്രീകളെ ഏൽപ്പിക്കുന്നത്? ഇത് അക്കാലത്തുണ്ടായിരുന്ന ഒരു ആചാരത്തിന്റെ സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നു. ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ ഇതിന്റെ ചരിത്രവശം പറയുന്നുണ്ട്. ഇറ്റ് വാസ് കസ്റ്റമറി അമംഗ് ദ നോബിൾ ഫാമിലി ഓഫ് അറേബ്യ and especially of Makkah to interest their children to witnesses for suckling. They preferred someone from the desert from many reasons. By the then standard, Makkah has reached the level of a budding metropolis. People from many places mingled in the city. മക്ക പഴയ കാലഘട്ടത്തിൽ തന്നെ ഒരു മെട്രോപൊളിറ്റൻ നഗരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മക്കയുടെ പരിസരം വളരെ മോശമായ പരിസ്ഥിതിയായിരുന്നു. ഏത് സമയത്തും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ കുട്ടികളെ, മക്കളെ രോഗം വരാതിരിക്കാൻ ഗ്രാമീണ പാശ്ചാത്തലത്തിലുള്ള സ്ത്രീകളെ ഏൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം അന്നത്തെ ഉന്നത കുലജാത കുടുംബങ്ങളിൽ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ മക്കളുടെ ഭാഷാശുദ്ധി സംരക്ഷിക്കാൻ മക്കയിൽ അക്കാലഘട്ടത്തിലും വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിന് വന്നിരുന്നു. അന്നും ഹജ്ജുണ്ട്, ഇന്നത്തെ പോലെയല്ല. ചില അനാചാരങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്രത്യേകതരം ഒരു ആചാരമായിരുന്നു. ഏതായിരുന്നാലും മക്കയിലേക്ക് എപ്പോഴും വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മക്കൾക്ക് അതിന്റെ തനതായ ആ ശുദ്ധമായ ഭാഷ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രാമങ്ങളിൽ അങ്ങനെ തനതായ ഭാഷക്കും സംസ്കാരത്തിനും പോറലേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും തങ്ങളുടെ മക്കൾ ശുദ്ധമായ അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ ഭാഷാശുദ്ധിയിലും വളരുന്നതിന് വേണ്ടിയാണ് അന്നത്തെ ഉന്നത കുലജാതരായ അറേബ്യൻ കുടുംബങ്ങൾ സ്ത്രീകളെ മുല കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ മുല കൊടുക്കാൻ കുട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ കാലത്ത് സ്ത്രീകൾ അവിടെ മക്കയിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് ഏതാനും നാളുകൾക്കകം ഗ്രാമത്തിൽ നിന്നും നിരവധി സ്ത്രീകൾ വരികയാണ്. ആ കൂട്ടത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. എല്ലാവർക്കും മക്കളെ കിട്ടി, മുല കൊടുക്കാൻ മക്കളെ കിട്ടി. കാരണം അവർക്ക് സമ്പത്തും അവരുടെ ജീവിത മാർഗവും കൂടിയായിരുന്നു ഈ മുല കൊടുക്കൽ എന്ന് പറയുന്ന അവരുടെ ഈ ജോലി. ഏതായിരുന്നാലും എല്ലാവർക്കും മക്കളെ കിട്ടി. ഹലീമ ബീവിക്ക് ആരെയും കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനാഥനാണ്. തങ്ങൾ പ്രതീക്ഷിക്കുന്ന വേതനം ഈ അനാഥനായ ഈ കുട്ടിയുടെ കുടുംബക്കാരിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ള സംശയത്തിൽ ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവസാനം ഹലീമ റളിയല്ലാഹു അൻഹ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഈ അനാഥന ബാലനെ ഏറ്റെടുക്കുകയാണ്. ഇവനെ ഏറ്റെടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് അവനെ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഹലീമ ബീവിക്ക് മറ്റു ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അത്ഭുതകരമായ ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. ബഹുമാനപ്പെട്ട ബീവി ഹലീമ റളിയല്ലാഹു അൻഹ മെലിഞ്ഞുണങ്ങിയ അവശയായ ഒരു പെൺ കഴുതയുടെ പുറത്താണ് ഹലീമ ബീവി സഞ്ചരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മടിയിലിരുത്തിയപ്പോൾ ആ കഴുതക്ക്, ആ വാഹനത്തിന് ഉന്മേഷം കൂടുകയും അങ്ങനെ ആവേശം കൂടുകയും പിന്നീട് തിരിച്ചു പോകുമ്പോൾ ഹലീമ ബീവിയുടെ വാഹനം എല്ലാവരെയും കടത്തിവെട്ടി ആർക്കും ഒപ്പം എത്താൻ കഴിയാത്ത രീതിയിൽ കുതിച്ചു പാഞ്ഞുവെന്നും ചരിത്രത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത ഉടനെ തന്നെ ആ സമയത്ത് തന്നെ ഹലീമ ബീവിയുടെ വീട്ടിൽ സമൃദ്ധി വിളയുകയാണ്. ഹലീമ ബീവിയുടെ വീട്ടിലുണ്ടായിരുന്ന ഒട്ടകങ്ങൾക്കും ആടുകൾക്കും പാല് വർദ്ധിക്കുകയാണ്. അതുപോലെ ഹലീമ ബീവിക്ക് മുലകുടി പ്രായത്തിലെത്തിയ ഒരു സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരന് പാൽ ചുരത്താൻ ഹലീമ ബീവിക്ക് പ്രയാസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തതിനു ശേഷം സമൃദ്ധമായി പാൽ വിളയുകയും രണ്ടുപേർക്കും പാല് സമൃദ്ധമായി നൽകാൻ സാധിക്കുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബീവിയുടെ മക്കളോടുകൂടി, പ്രത്യേകിച്ച് ഹലീമ ബീവിയുടെ ഒരു മകളാണ് ഷൈമ എന്ന് പറയുന്ന സഹോദരി, പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരു സ്ത്രീയാണ്.
അപ്പോ അവരുമായി ആടുമേക്കാൻ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള ആ ഒരു സമയത്ത് അവിടങ്ങളെല്ലാം സമൃദ്ധമായി മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ അവിടുത്തെ മക്കയിലെ ആളുകൾ നിങ്ങൾ ഹലീമയുടെ മക്കൾ എവിടെയാണോ ആടിനെ മേയ്ക്കുന്നത് അവിടെ പോയി നിങ്ങൾ ആടിനെ മേയ്ക്കുക എന്ന് പറയപ്പെടുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന ആടുകൾ അവർ തടിച്ച് കൊഴുത്ത് പുഷ്ടിപ്പെട്ട് നല്ല അവസ്ഥയിലാവുകയും എന്നാൽ മറ്റുള്ളവർക്ക് അത് ലഭിക്കുകയും ചെയ്തിരുന്നില്ല എന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ മുലകുടി പ്രായം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ വീട്ടിലുണ്ടായിരുന്ന സമ്പൽ സമൃദ്ധി ഹലീമയെ ഏറെ അതിശയിപ്പിക്കുകയും മുലകുടി പ്രായം കഴിഞ്ഞിട്ടും തിരിച്ചേൽപ്പിക്കാൻ ആ ഹലീമ ബീവിക്ക് മനസ്സ് വന്നില്ല. എന്നാലും വാഗ്ദാനം പാലിക്കണമല്ലോ, 2 വർഷം കഴിഞ്ഞാൽ മുലകുടി പ്രായം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഹലീമ ബീവി ആമിന ബീവിയുടെ സമീപത്ത് ചെല്ലുകയും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയും കുട്ടിയെ നിർബന്ധപൂർവം ബഹുമാനപ്പെട്ട ഹലീമ തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ 4 വർഷം ഹലീമ ബീവിയുടെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞത്. ഇന്നും മക്കയിലെ ജന്നത്തുൽ ബഖീൽ പോയാൽ ഹലീമ ബീവിയുടെ ഖബർ ഇന്നും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 വയസ്സായപ്പോഴാണ് ശുഭവസ്ത്രധാരികളായ 3 മാലാഖമാർ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തിക്കിടത്തുകയും അങ്ങനെ നെഞ്ചി വിളർക്കുകയും ആ ഹൃദയം പുറത്തെടുത്ത് അത് ശുദ്ധീകരിക്കുകയും ചെയ്തത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന സഹോദരി ഹലീമയുടെ മകൾ അത് കാണുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമാവുകയും വല്ലാത്തൊരവസ്ഥ എത്തുകയും ചെയ്തപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഭയവിഹ്വലരായി. മാത്രവുമല്ല മറ്റൊരു സന്ദർഭത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വഴിക്ക് പോകുന്ന സമയത്ത് അബിസീനിയയിലെ ചില പാദ്രിമാർ ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും അങ്ങനെ റസൂലുള്ളാഹിന്റെ ഈ സവിശേഷമായ മുഖഭാവവും അതുപോലെ തന്നെ ഭാവി പ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായപ്പോൾ ആ പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിൽ വളരട്ടെ എന്ന ആഗ്രഹത്തിൽ ആ ക്രിസ്തീയ പുരോഹിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നാണ്, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ 2 അനുഭവങ്ങളും അനുഭവപ്പെട്ടപ്പോ ബീബി ഹലീമ റളിയല്ലാഹു അൻഹ പേടിച്ച് വിറച്ചു. തന്റെ സംരക്ഷണത്തിൽ കഴിയെ ആ കുട്ടി നഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുക, ഈ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ കുട്ടിയെ തിരിച്ചേൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹയെ തിരിച്ചേൽപ്പിക്കുകയാണ്. ഈ കുട്ടിയുമായി ആമിന ബീവിയുടെ അടുക്കൽ ബഹുമാനപ്പെട്ട ഹലീമ ബീവി ചെന്ന് ഈ സംഭവങ്ങളെല്ലാം ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞപ്പോ ആമിന ചോദിച്ചുവത്രേ, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? എന്റെ മകൻ അപകടത്തിലാകുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടോ? ഒരിക്കലും പേടിക്കണ്ട. ഞാൻ അവനെ പ്രസവിക്കുന്ന സമയത്ത് ലോകം പ്രകാശിച്ചതാണ്. ആ പ്രകാശത്തിൽ ഞാൻ ബുസ്രയിലെ കൊട്ടാരം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ പുത്രൻ അവന് ഒരിക്കലും ഒരു അപകടത്തിലും വരികയില്ല. അവന് ഭാവിയിൽ അത്യുന്നതനായ ഒരു മഹൽ വ്യക്തിയായി, ഒരു മഹാനേതാവായി വളരാൻ പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണം അവനുണ്ടാകുമെന്ന് ബീവി ആമിന റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി ബഹുമാനപ്പെട്ട ഹലീമ ബീവിയോട് പറയുകയാണ്. അങ്ങനെ 4-ാം വയസ്സിൽ തിരിച്ച് തന്റെ മാതാവിന്റെ അടുക്കലെത്തി 2 വർഷം മാതാവിന്റെ കൂടെ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ആമിന ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ, തന്റെ പുന്നാര മോന്റെ ആ പിതാവിന്റെ മരണസ്ഥലം, കബറടക്കിയ സ്ഥലം അത് സന്ദർശിക്കുവാൻ പുറപ്പെടുകയാണ്. മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഉമ്മു ഐമൻ എന്ന് പറയുന്ന സ്ത്രീയും കുട്ടിയാണ് അവിടേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ മദീനയിലെത്തി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം 500ഓളം കിലോമീറ്ററുകളുണ്ട്. കിലോമീറ്ററുകൾ താണ്ടി 2 ഒട്ടകപ്പുറത്തോട് മദീനയിലേക്ക് ചെല്ലുകയാണ്. അവിടെ മദീനയിൽ നാബിഗ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് അബ്ദുള്ള എന്നവരുടെ ഖബറുള്ളത്. ആ ഖബർ നൂറ്റാണ്ടുകളോളം നിലനിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട തബഖാത്ത് ഇബ്നു സഅദ് അവരൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ആ വീട് മദീന പള്ളിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എത്ര അകലമുണ്ട്, എവിടെയാണ് എന്നും അതുപോലെ തന്നെ ആ വീടിന്റെ ഏത് ഭാഗത്താണ് ആ ഖബർ എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് കാലത്തിന് ശേഷം ചരിത്രബോധമില്ലാത്ത ഭരണാധികാരികൾ അതെല്ലാം ഇടിച്ചു നിരപ്പാക്കിയതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ അങ്ങനെ 1 മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആമിന ബീവിയും ഉമ്മു ഐമനും മദീനയിൽ താമസിച്ചു.
ഈ സമയത്ത് മദീനയിൽ ജൂതന്മാരുടെ വിളയാട്ടമായിരുന്നു, ജൂതന്മാരുടെ കേന്ദ്രമായിരുന്നു. അവർക്കൊരു വാദമുണ്ടായിരുന്നു, അവരുടെ തറവാട്ടിൽ നിന്ന് മാത്രമേ പ്രവാചകന്മാർ വരാവൂ. കാരണം ബനീ ഇസ്രായേലുകളെ മുഴുവൻ മിക്ക പ്രവാചകന്മാരും വന്നിട്ടുള്ളത് ബനീ ഇസ്രായേൽക്കാരാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ്, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മകൻ യൂസുഫ് അലൈഹി ഇസ്ലാം. ആ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ നബി അലൈഹി ഇസ്ലാം, സക്കരിയ അലൈഹി ഇസ്ലാം, യഹ്യ അലൈഹി ഇസ്ലാം, അൽയസ അലൈഹി ഇസ്ലാം, അങ്ങനെയുള്ള നിരവധി പ്രവാചകന്മാർ വന്നത്. ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരിൽ ഭൂരിഭാഗവും വന്നത് ഈ ഇസ്രായേലികളാണ്. അതുകൊണ്ട് ഇസ്രായേൽ സന്തതികളിൽ നിന്ന് മാത്രമേ പ്രവാചകൻ വരാവൂ എന്നുള്ളൊരു വാശി അവർക്കുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്മായിൽ സന്തതികളിലാണ് അള്ളാഹു റസൂലുള്ളാഹിനെ ജനിപ്പിച്ചത്. ഏതായിരുന്നാലും അങ്ങനെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമെന്നും അവിടുന്ന് മദീനയിലേക്ക് ഹിജറ വരുമെന്നുമുള്ള ചരിത്രം അവിടുത്തെ ജൂതന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ തറവാട്ടിൽ നിന്ന് പിറക്കാത്ത ആ നബിയെ കൊല്ലണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അങ്ങനെ മദീനയിലെ ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാവി പ്രവാചകനാവാൻ പോകുന്ന ആളെ വ്യക്തിയെ കൊല്ലാനുള്ള സാധ്യതയുണ്ട് എന്ന് കേട്ടപ്പോ ഒരു മാസം താമസിച്ച് എത്രയും പെട്ടെന്ന് ബീവി ആമിന റളിയല്ലാഹു അൻഹ അവിടുന്ന് മക്കയിലേക്ക് തന്നെ തിരിക്കുകയാണ്. അങ്ങനെ മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയുള്ള അബവ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ബീവി ആമിന റളിയല്ലാഹു അൻഹ അസുഖബാധിതയാവുകയാണ്, രോഗം ബാധിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് രോഗം മൂർച്ഛിച്ച് മരണാസന്നനായ ബീവി ആമിന റളിയല്ലാഹു അൻഹ പുന്നാര പുത്രനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയും അവിടെ നിന്ന് ഒരുപാട് കവിതകൾ ആലപിക്കുകയും ചെയ്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാതാവ് മരണപ്പെടുകയാണ്. അബവായിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ ദുഃഖപൂർണമായ അന്തരീക്ഷത്തിലാണ് അവിടെ നിന്ന് മടങ്ങിയത്. റസൂലുള്ളാഹിനെ വളരെ സ്വാധീനിച്ചു. കാരണം ചെറുപ്പത്തിൽ പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല. മാതാവ് 6-ാം വയസ്സിൽ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതീവ ദുഃഖിതനാക്കി എന്ന് മാത്രമല്ല, പിന്നീട് കാലങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം നേടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അങ്ങനെ മദീനയിൽ നിന്ന് ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു പ്രദേശത്ത് നിന്ന് യുദ്ധം കഴിഞ്ഞ് വരുമ്പോ അബവ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിന്റെ അരികിൽ വന്നു. എന്നിട്ട് ദീർഘനേരം കരഞ്ഞു. സഹാബത്ത് ചോദിച്ചു, ഏതാണ് ഈ ഖബർ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതെന്റെ ഉമ്മാന്റെ ഖബറാണ്, എന്റെ മാതാവിന്റെ ഖബറാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഒരുപാട് കരയുകയും റസൂലുള്ളാഹിന്റെ കരച്ചിൽ കേട്ട് സഹാബത്തും കരഞ്ഞു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ മാതാവിന്റെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, എത്രമാത്രം ആഴത്തിൽ പതിച്ചിട്ടുണ്ട് എന്ന് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അബവായിലെ പരിസരവാസികളുടെ സഹായത്തോടുകൂടി ആമിന ബീവി റളിയല്ലാഹു അൻഹ മറമാടി. ഇന്നും അബവ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഖബറുണ്ട്. മുമ്പ് അതിൽ അവിടെ പേരുകൾ ഉല്ലേഖനം ചെയ്തിരുന്നു. ഇപ്പോൾ ആ പേരുകളും എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 ദിവസം താമസിച്ചു. അങ്ങനെ റസൂലുള്ളാഹിനെ പിന്നീട് പരിപാലിച്ചത് റസൂലുള്ളാഹിനെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു ഐമൻ എന്ന് പറയുന്ന അടിമ സ്ത്രീയാണ്. ഉമ്മു ഐമനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഈ വാർത്ത കേട്ടപ്പോ അബ്ദുൽ മുത്തലിബ് ഏറെ ദുഃഖിതനാവുകയും അങ്ങനെ അബ്ദുൽ മുത്തലിബ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ അനാഥനായ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ കീഴിൽ സനാതനാവുകയാണ്. അബ്ദുൽ മുത്തലിബ് 8-ാം വയസ്സിൽ മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 8 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുകയും അതിനുശേഷം അബൂ താലിബാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തത്. ഏതായിരുന്നാലും തീർത്തും അനാഥനായി ജനിച്ച് എന്നാൽ അള്ളാഹുവിന്റെ കീഴിൽ സനാഥനായി കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും രക്ഷ നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രസകരവും കൗതുകവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.